ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഹായ് ഹലോ. ഹായ് ഗൈസ്. ഹേ ഗായ്സ്, വാട്ട്സ് അപ്പ്? എല്ലാവർക്കും നമസ്കാരം. മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ച പരമ്പരകളിലൊന്നാണ് ഉപ്പുമുളകും. ഇടയ്ക്ക് വെച്ച് പരിപാടി നിർത്തിയെങ്കിലും വീണ്ടും തുടങ്ങി. അങ്ങനെ രണ്ടാമതും പരമ്പര അവസാനിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായത്. ഇടയ്ക്ക് ഉപ്പുമുളകിലും അഭിനയിക്കുന്ന താരങ്ങൾ വിവാദങ്ങളുമായി വന്നതും വലിയ വാർത്തയായിരുന്നു. മൂന്നാം തവണയും പരമ്പര വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിലെ താരങ്ങൾ ആരൊക്കെയാണെന്നോ എപ്പോൾ തുടങ്ങുമെന്നോ തുടങ്ങി യാതൊരു വിവരവുമില്ലായിരുന്നു. പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ മൂന്നാം തവണയും ഉപ്പുമുളകും വരികയാണ്. ജൂൺ 24 തിങ്കളാഴ്ച മുതൽ ഉപ്പുമുളകും വീണ്ടും വരികയാണ്. മുൻപ് പരമ്പരയുടെ ഭാഗമായിരുന്ന ബിജു സോപാനം, നിഷ സാരംഗ്, അൽസാബിത്ത്, ശിവാനി, അമേയ, ജൂഹി റുസ്തഗി തുടങ്ങിയവർ തന്നെയാണ് ഇത്തവണയും അഭിനയിക്കാനെത്തുന്നത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ബേബി ആർട്ടിസ്റ്റ് നന്ദൂട്ടിയും ഉപ്പുമുളകിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇവർക്കിടയിൽ നടൻ SP ശ്രീകുമാറിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും ശ്രദ്ധേയം. ഉപ്പുമുളകിൻ്റെയും തുടക്കം മുതലുണ്ടായിരുന്ന താരമാണ് ശ്രീകുമാർ. നിഷ അവതരിപ്പിക്കുന്ന നീലു എന്ന കഥാപാത്രത്തിൻ്റെ സഹോദരനായിട്ടാണ് ശ്രീകുമാർ അഭിനയിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളെ തുടർന്ന് ശ്രീകുമാർ പരമ്പരയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. മൂന്നാം തവണ പരമ്പര വരുമ്പോൾ അതിനൊപ്പം തൻ്റെ സാന്നിധ്യമുണ്ടെന്നും താരം പറഞ്ഞു. ഇവിടെയും മുടിയൻ്റെ അസാന്നിധ്യമാണ് മറ്റൊരു വിഷയം. ഉപ്പുമുളകിലെ മൂത്ത മകനായി അഭിനയിച്ചിരുന്ന താരമാണ് ഋഷി. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷോയിൽ നിന്നും പുറത്താക്കിയെന്ന ആരോപണവുമായി നടൻ രംഗത്ത് വന്നിരുന്നു. തൻ്റെ കഥാപാത്രത്തിന് പ്രാധാന്യമൊന്നും തരികയോ ഷോയിലേക്ക് വിളിക്കുകയോ ചെയ്യുന്നില്ലെന്നായിരുന്നു ഋഷിയുടെ ആരോപണം. ഋഷിയും ഇത്തവണ ഷോയുടെ ഭാഗമാവുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം കഴിഞ്ഞ 100 ദിവസമായി ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കുകയായിരുന്നു താരം. 100 ദിവസങ്ങൾ പൂർത്തിയാക്കി ഫൈനൽ 5-ലെത്തിയ ശേഷമാണ് ഋഷി ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഇതിലൂടെ വലിയ ജനപ്രീതി താരത്തിന് നേടിയെടുക്കാനും സാധിച്ചിരുന്നു. ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്.